ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സർവ്വതും അവൻ പുതുതാക്കുന്നു. സ്തോത്രം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു, മുൻനിർണയിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ആകയാൽ സ്തോത്രം, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ സ്തോത്രം ഇതെത്രമാത്രം സത്യമായി എൻ്റെ ജീവിത സാക്ഷ്യത്തിൽ വന്നു എന്നുള്ളത് പറയുവാനാണ് ഞാൻ കർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഞാൻ സ്തോത്രം, എൻ്റെ മാതാപിതാക്കൾ യാക്കോബക്കാരാണ്. സ്തോത്രം. ഒരു ക്രിസ്തീയ ഭവനത്തിൽ ഞാൻ ജനിക്കപ്പെട്ടു. സ്തോത്രം. അങ്ങനെ ഇരിക്കെ സ്തോത്രം, എനിക്ക് 10 വയസ്സ്, ഏതാണ്ട് 10 വയസ്സ് പ്രായമുള്ള സമയത്ത് എൻ്റെ പേരൻസ് യഹോവയുടെ സാക്ഷികൾ എന്ന സംഘടനയിലേക്ക് അവർ ചേർന്നു. സ്തോത്രം. അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചേർന്നത്, ആത്മാർത്ഥതയോടു കൂടിയാണ് ചേർന്നത്. എന്നാൽ സ്തോത്രം, പിൽക്കാലത്ത് ഞാനും എൻ്റെ മെമ്പേഴ്സ്, അതായത് എൻ്റെ സഹോദരങ്ങളും ഈ യഹോവയുടെ സാക്ഷികൾ എന്ന സംഘടനയായിത്തീർന്നു. എക്സെപ്റ്റ് എൻ്റെ എൽഡർ ബ്രദർ, സ്തോത്രം, മൂത്ത ആൾ മാത്രം ഇതിലേക്ക് വന്നില്ല. അന്ന് ജോലിയോട് സംബന്ധിച്ച് മറ്റ് സ്ഥലത്തായിരുന്നുകൊണ്ട് അദ്ദേഹം ഈ യാക്കോബയിൽ തന്നെ തുടരുന്നു. സ്തോത്രം. എന്നാൽ സ്തോത്രം, എൻ്റെ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ സ്തോത്രം 44-ാമത്തെ വയസ്സിലാണ് ഈ കർത്താവുമായി ഒരു എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. പ്രൈസ് ലോർഡ്. ഞാൻ നാട്ടിലും ബാങ്കിൽ ജോലി ചെയ്തു. സ്തോത്രം. അതുപോലെ തന്നെ ഫോറിനിലെ ഖത്തറിലായിരുന്നു ഞാൻ കുടുംബമായിട്ട്. അവിടെയും ഞാൻ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരമാണ്. സ്തോത്രം. അവിടെ വെച്ചാണ് യഹോവയുടെ സാക്ഷികളുടെ മീറ്റിങ്ങുകളൊക്കെ ഞങ്ങളുടെ ഭവനത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ കോൺഗ്രിഗേഷൻ സെർവൻ്റ് ഞാനായിരുന്നു. സ്തോത്രം. അങ്ങനെ പോകുമ്പോൾ സ്തോത്രം, ജോലി സംബന്ധമായ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ ഒമാനിൽ കടന്നു വരേണ്ടി വന്നു. സ്തോത്രം. അങ്ങനെ ഒമാനിൽ വന്നപ്പോൾ സ്തോത്രം, ഞാൻ ഒരു ജോലി അന്വേഷണത്തോട് ബന്ധപ്പെട്ടാണ് ഒമാനിൽ വന്നത്. സ്തോത്രം. എന്നാൽ ആദ്യ നാളുകളിൽ ഏതാണ്ട് 8-9 മാസം എനിക്ക് സ്ഥിരമായ ഒരു ജോലി ലഭിച്ചില്ല. പ്രൈസ് ലോർഡ്. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. അപ്പോൾ ആ സമയത്ത് എൻ്റെ വൈഫിൻ്റെ വീട്ടുകാരൊക്കെയും പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുന്ന ഒരു ടൈമായിരുന്നു. സ്തോത്രം. അപ്പോൾ പല ദൈവദാസന്മാരും ദാസിമാരും ഒക്കെ അവിടെ കടന്നു വന്ന് എന്നെക്കുറിച്ച് പ്രവചിക്കുവാൻ തക്കവണ്ണമിടയായി. അതിലെ ഒരു പ്രവചനം ഇങ്ങനെയാണ്. സ്തോത്രം. എൻ്റെ വീട്ടിലെ പേര് അച്ചൻകുഞ്ഞെന്നാണ്. ഒഫീഷ്യൽ നെയിം വർഗീസ് തോമസ് എന്നാണ്. സ്തോത്രം. അച്ചൻകുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുകളുണ്ട്. പ്രൈസ് ലോർഡ്. എന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു വ്യക്തിയിലൂടെ ദൈവം നിനക്ക് പുതുവഴികളെ ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് വീണ്ടും സ്തോത്രം മറ്റൊരു ദിവസം പറഞ്ഞത്, 24 മണിക്കൂറിനുള്ളിൽ നിനക്ക് പുതുവഴിയെ ദൈവം തുറന്നിരിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണമിടയായി. പറയട്ടെ, ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്തോത്രം, ആ സമയത്ത് തന്നെ ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതായ ശ്രേഷ്ഠമായ ഒരു ജോലി ദൈവം എനിക്ക് തന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാൻ ചിന്തിക്കുവാനിടയായ സ്തോത്രം, യഹോവയുടെ സാക്ഷികൾ പറയുന്നത്, അവർ പഠിപ്പിക്കുന്നത് സ്തോത്രം, പ്രവചനപരം അത് നിന്നുപോയി, ഭാഷാപരം അത് നിന്നുപോയി. സ്തോത്രം എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഹല്ലേലൂയ സ്തോത്രം, യഹോവയുടെ സാക്ഷികൾ പറയുന്നു പ്രവചനപരം അത് നിന്നുപോയെന്ന്. സ്തോത്രം. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താണ്? ഹല്ലേലൂയ സ്തോത്രം, അത് പ്രവചനം അതേപടി അക്ഷരം പ്രതി എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായി. സ്തോത്രം. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്. സ്തോത്രം, യഹോവയുടെ സാക്ഷികൾ പ്രവചനപരം ഇല്ലെന്ന് പറയുന്നതാണോ സത്യം, അതോ ഞാൻ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രവചനം അത് സത്യമായി എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അതാണോ സത്യം? ഏതാണ് സത്യം എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം എൻ്റെ ജീവിതത്തിൻ്റെ മുന്നിലുണ്ടായി. സ്തോത്രം. പിന്നീടുള്ള ദിവസങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഹല്ലേലൂയ സത്യാന്വേഷണത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. യഹോവയുടെ സാക്ഷികൾ വിശ്വസിക്കുന്നതിൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള വിശ്വാസമാണ് പെന്തക്കോസ്ത് വിശ്വാസം. ഹല്ലേലൂയ സ്തോത്രം. യഹോവയുടെ സാക്ഷികൾ വിശ്വസിക്കുന്നത്
സ്തോത്രം, സ്വർഗത്തിൽ 144,000 പേർ മാത്രമേ പോവുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ പെന്തക്കോസ്ത് സ്തോത്രം വിശ്വാസവും ഉപദേശവും പറയുന്നത് ദൈവത്തിൻ്റെ മക്കളെല്ലാവരും സ്വർഗത്തിൽ പോകും എന്നുള്ളതാണല്ലോ. സ്തോത്രം. അതുപോലെ തന്നെ രണ്ടാമത്തെ വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു ആത്മാവില്ല എന്നാണ് യഹോവയുടെ സാക്ഷികൾ പറയുന്നതും പഠിപ്പിക്കുന്നതും. സ്തോത്രം. എന്നാൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ പെന്തക്കോസ്തുകാർ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരാത്മാവുണ്ട്, നിലനിൽക്കുന്ന ഒരാത്മാവുണ്ട് എന്ന് പറയുന്നു. സ്തോത്രം. മൂന്നാമത്തെ വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഹല്ലേലൂയ യഹോവയുടെ സാക്ഷികൾ പറയുന്നു ഹല്ലേലൂയ നരകം എന്നൊന്നേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ പെന്തക്കോസ്ത് അനുഭവത്തിൽ ഉള്ളവർ പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, നരകം ഉണ്ട് എന്ന് പറയുന്നു. സ്തോത്രം. സ്തോത്രം. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, യേശു കർത്താവിനെ അവർ ഒരു സൃഷ്ടിയായി മാത്രമാണ് കണക്കാക്കുന്നത്. സ്തോത്രം. ആ സ്തോത്രം, ദൈവം ആദ്യം സൃഷ്ടിച്ചത് യേശു കർത്താവിനെ എന്നവർ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം, പെന്തക്കോസ്ത് ഉപദേശം പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, യേശു കർത്താവ് ഹല്ലേലൂയ ദൈവമാണ് എന്നാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ അവരുടെ വേദപുസ്തകത്തിൽ അവരുടെ ട്രാൻസ്ലേഷൻ ദി ഹോളി സ്ക്രിപ്ചേഴ്സ് ഓഫ് ദി ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ ഓഫ് ദി ഹോളി സ്ക്രിപ്ചേഴ്സ് എന്ന് പറയുന്ന യഹോവയുടെ സാക്ഷികളുടെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അവർ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് എല്ലാ വേദപുസ്തകത്തിൻ്റെ ഭാഷാന്തരങ്ങളിൽ നമ്മൾ കാണുമ്പോൾ അവരുടെ ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻ ദി ബിഗിനിങ് ദി വേർഡ് വാസ് വിത്ത് ദി ഗോഡ് ആൻഡ് ദി വേർഡ് വാസ് എ ഗോഡ്. ഒരു ദൈവമെന്നാണ് പറയുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. സ്തോത്രം. പ്രൈസ് ലോർഡ്. യേശു കർത്താവിനെ വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ അർഹിക്കുന്ന വിധത്തിൽ ഉള്ള വിധത്തിൽ അവർ ഹല്ലേലൂയ സ്തോത്രം ദൈവപുത്രനായി കണക്കാക്കുന്നില്ല, ദൈവമായി കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം. സ്തോത്രം. ഇതെല്ലാം ഹല്ലേലൂയ സ്തോത്രം അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്തോത്രം അവർ കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം ഒരു ശക്തിയായിട്ട് മാത്രമാണ്, ഒരു വ്യക്തിയായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പെന്തക്കോസ്ത് അനുഭവത്തിലുള്ളവരും പെന്തക്കോസ്തുകാരും ഉപദേശിക്കുന്നത് ദൈവത്തിൻ്റെ വചനവും പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് വ്യക്തിയാണ്, ഒരു വ്യക്തിത്വമുള്ള ആളാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതായത് ത്രിയേകത്തിലെ മൂന്നാമത്തെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ് എന്ന് വ്യക്തമാണ്. സ്തോത്രം. എന്നാൽ യഹോവയുടെ സാക്ഷികൾക്ക് ത്രിയേകത്വം എന്നുള്ള ഒരു പദം പോലും അവർ ഉപയോഗിക്കുകയില്ല എന്ന് മാത്രമല്ല അതിൽ വിശ്വാസവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം എൻ്റെ മനസ്സിൽ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം ഒരു കർത്താവ്, ഒരു ദൈവവചനം ബൈബിൾ, എത്രയെല്ലാം സഭകൾ, എത്രയെല്ലാം വിശ്വാസങ്ങൾ, ഇതെല്ലാം കൂടെ സത്യമാകുമോ? സ്തോത്രം. സത്യം എത്രയുണ്ട്? സ്തോത്രം. അതൊന്നല്ലേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. രണ്ട് സത്യങ്ങൾ ഒരേ സമയത്ത് സത്യമാകുമോ? ഒരിക്കലുമില്ല. പ്രൈസ് ലോർഡ്. അർത്ഥസത്യങ്ങളോ ആണോ? ഹല്ലേലൂയ സ്തോത്രം. യഥാർത്ഥമായ ഏക സത്യം എന്താണ് എന്നുള്ള വലിയൊരു വാഞ്ച, വലിയൊരു ദാഹം, അറിയുവാനുള്ള വലിയൊരു ആഗ്രഹം ദൈവം എൻ്റെ ഉള്ളിൽ തന്നു, എൻ്റെ മനസ്സിൽ തന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അനേക ദിനരാത്രങ്ങൾ ഞാൻ ഹല്ലേലൂയ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ആ സ്തോത്രം അതിനുവേണ്ടി അപേക്ഷിച്ചും കൊണ്ടിരുന്നു. പ്രൈസ് ലോർഡ്. ആ സമയത്താണ് ഹല്ലേലൂയ ഒമാനിൽ വെച്ച് ഹല്ലേലൂയ സ്തോത്രം ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള ഒരു വ്യക്തി അവിടുത്തെ പാസ്റ്ററുമായി എന്നെ പരിചയപ്പെടുത്തി. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാൻ ജോലി അന്വേഷണത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആ സമയത്ത് ഈ പാസ്റ്റർ വൈ ജോർജ് കുട്ടി എന്ന് പറയുന്ന IPCയിലെ പാസ്റ്ററാണ്. അന്ന് അദ്ദേഹം സ്തോത്രം ഒമാൻ പെന്തക്കോസ്തൽ അസംബ്ലിയുടെ പാസ്റ്ററായിട്ടിരിക്കുന്ന ടൈമാണ്. സ്തോത്രം. അദ്ദേഹത്തെ പരിചയപ്പെടുത്തി ഞങ്ങൾ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും സ്തോത്രം ഇതിനെക്കുറിച്ചുള്ള സംസാരമാണ്, പ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. സ്തോത്രം. ഈ 44 വർഷം
സ്തോത്രം. ഞാൻ ഇതിലായതിനാൽ ഹല്ലേലൂയ സ്തോത്രം, യഹോവയുടെ സാക്ഷികളുടെ വിശ്വാസം എന്നിൽ രൂഢമൂലമായിരുന്നു. ആകയാൽ ഹല്ലേലൂയ സ്തോത്രം, അദ്ദേഹത്തോട് എപ്പോഴും ഞാൻ പ്രതിവാദിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ പാസ്റ്റർ KC ജോൺ ഹല്ലേലൂയ സ്തോത്രം ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ കടന്നു വരുന്നതും ഒരു കൺവെൻഷൻ പ്രാസംഗികനായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരം തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹവുമായിട്ട് ഞാൻ വാദപ്രതിവാദങ്ങൾ പലതും നടത്തി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഹല്ലേലൂയ ആൻസർ ഇല്ലാത്ത സന്ദർഭങ്ങളുണ്ടായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അതായത് യേശു കർത്താവും സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ നാം ഒരു ഹല്ലേലൂയ സ്തോത്രം സിംഹാസനത്തിലിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നവനെക്കുറിച്ച്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്, ആ കണ്ട കാഴ്ച നമ്മൾ പഴയ നിയമത്തിൽ യഹോവ എന്ന് നമ്മൾ കാണുന്നുവെങ്കിലും പുതിയ നിയമത്തിൽ അത് യേശു ക്രിസ്തുവാണെന്നുള്ളത് അവിടെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ ദൈവം അതല്ലെങ്കിൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം അല്ലെങ്കിൽ ത്രിയേകത്വം, അതിനെക്കുറിച്ച് ഹല്ലേലൂയ അദ്ദേഹം സംസാരിക്കുവാൻ തക്കവണ്ണമായി. അതെൻ്റെ മനസ്സിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചു. ദൈവമേ, എന്താണ് സത്യം? ഹല്ലേലൂയ, ഇതെല്ലാം കൂടെ സത്യമാകുമോ? ഏതാണ് ഏക സത്യം എന്നുള്ള വലിയ വാഞ്ചയും ഹല്ലേലൂയ ആഗ്രഹവും സ്തോത്രം ദാഹവും എൻ്റെ ജീവിതത്തിൽ, വിശപ്പും എൻ്റെ ദൈവത്തിൽ ദൈവം എൻ്റെ ഉള്ളിൽ തന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ ഇരിക്കെ ഹല്ലേലൂയ സ്തോത്രം അദ്ദേഹം സലാലയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം തൻ്റെ കൺവെൻഷൻ പ്രസംഗത്തിനായിട്ട് കടന്നു പോകുന്ന ദിവസം, അന്ന് ഹല്ലേലൂയ സ്തോത്രം ഭാഗ്യവശാൽ എനിക്ക് അപ്പോഴത്തേക്കും എൻ്റെ ജോലിയൊക്കെയും ബാങ്കിൽ ശേഷമായൊരു ജോലി എനിക്ക് ഹല്ലേലൂയ പോസ്റ്റിംഗ് എല്ലാം ലഭിച്ചു. ആ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഫ്രീ ടൈം ആയതുകൊണ്ട് അദ്ദേഹത്തോടു കൂടി പോകാൻ തക്കവണ്ണം ഞാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ആ പോകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പല അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. അത് ഞാൻ വിവരിച്ചാൽ കൂടുതൽ സമയമെടുക്കുന്നതുകൊണ്ട് ഞാനതിപ്പോൾ വിവരിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ അദ്ദേഹത്തോടു കൂടി ഞാൻ സലാലയ്ക്ക് കടന്നുപോയി. അവിടെ ചെന്ന് ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ ദിവസങ്ങളിലൊക്കെയും ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴും പ്രാർത്ഥന, ദൈവമേ എന്താണ് സത്യം? ആ സത്യത്തിലേക്ക് എന്നെ വഴി നടത്തണമേ. ആ ഏകസത്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഒരു സന്ദർഭത്തിൽ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ഹല്ലേലൂയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഒന്നുകിൽ നീ എനിക്ക് ഈ സത്യം വെളിപ്പെടുത്തി തരണം, അങ്ങയുടെ ഏകസത്യം എനിക്ക് വെളിപ്പെടുത്തി തരണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുത്തുകൊള്ളണമേ എന്ന് പറയുകയുണ്ടായി. എന്നാൽ ആ രാത്രി, അത് 1993 ഡിസംബർ 16-ാം തീയതിയായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അന്ന് വെളുപ്പിനെ ഹല്ലേലൂയ സ്തോത്രം 12:30 മണി ആ ടൈമിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവിനോട് ഇടപെട്ടു. വാൻ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അന്ന് ഹല്ലേലൂയ യേശു കർത്താവ് യഥാർത്ഥമായി സത്യം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു സംശയത്തിനും വകയില്ലാതെ വണ്ണം ദൈവം അത് വ്യക്തമാക്കി തന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ പാസ്റ്റർ KCജിനോട് ചോദിക്കുകയുണ്ടായി, ഇനി സ്നാനത്തിന് എന്താണ് തടസ്സമെന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, സ്തോത്രം, ആ ദിവസം ഹല്ലേലൂയ സ്തോത്രം 93 ഡിസംബർ 16-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം വെളുപ്പിനെയാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് 12:30 മണി ആയപ്പോൾ അവിടുത്തെ ഹല്ലേലൂയ സ്നാനക്കുളത്തിൽ വെച്ച് എനിക്ക് സ്നാനപ്പെടുവാൻ തക്കവണ്ണം ദൈവം കൃപയേകി. ഹല്ലേലൂയ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, സ്തോത്രം ഹല്ലേലൂയ ആ ദിവസം തന്നെ ഹല്ലേലൂയ സ്തോത്രം ആ സ്തോത്രം അടുത്ത വർഷം, അതായത് 94 സെപ്റ്റംബർ 16-ാം തീയതി ഞാൻ ഏത് സ്നാനക്കുളത്തിൽ സ്നാനപ്പെടുവോ അതേ സ്നാനക്കുളത്തിൽ വെച്ച് തന്നെ എൻ്റെ ഭാര്യയും എൻ്റെ മകളും ഹല്ലേലൂയ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് ഹല്ലേലൂയ ദൈവം എനിക്ക് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രമാണ്. ഹല്ലേലൂയ ഈ നല്ല കർത്താവിനെ ഹല്ലേലൂയ സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വലിയൊരു കൃപ എനിക്ക് ലഭിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ആ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ പാത പിൻപറ്റിയപ്പോൾ എനിക്ക് തന്ന കുഞ്ഞുങ്ങളും
തലമുറകളും ഇന്ന് ശരിയായുള്ള ട്രാക്കിൽ കർത്താവിനെ ആരാധിച്ചു വരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വലിയ ജീവിതത്തിൽ വലിയ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ വന്ന് ഹല്ലേലൂയ സ്തോത്രം കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഈ നല്ല കർത്താവിനെ രുചിച്ചറിയുവാൻ തക്കോണം എനിക്കിടയായി. സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഞാനും ഭാര്യയും എൻ്റെ 3 മക്കളും അവരുടെ തലമുറകളും കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം ആരാധിച്ചും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ സേവിച്ചും പോകുന്നു. സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ഹല്ലേലൂയ കണ്ടിരിക്കുന്ന ദൈവം, തൻ്റെ പ്രിയപുത്രൻ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവം, ഹല്ലേലൂയ കാലാകാലങ്ങളിൽ നമ്മളെ തേടി വന്ന് രക്ഷിക്കുന്ന കർത്താവിന് സകല മാനവും മഹത്വവും പുകഴ്ചയും കൊടുക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.